ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ താൻ ഞെട്ടും. എന്താ? ഞെട്ടാൻ റെഡി ആയിക്കോ. അയാള് മറ്റേ നരേന്ദ്രന്റെ കൂട്ടുകാരൻ കൂടിയാ. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാ വെറും കൂട്ടുകാരനല്ല, ആത്മമിത്രം. അന്നീ വീട്ടിൽ വന്നില്ലേ നരേന്ദ്രൻ, അയാൾ ആളൊരു ചെറ്റയും ആഭാസനും അതിലെല്ലാം ഉപരി ഒരു വാടക കൊലയാളി കൂടിയാ. അയാളുടെ സുഹൃത്തെന്ന് പറഞ്ഞാ പിന്നെ ഞാൻ ബാക്കിയൊന്നും പറയണ്ടല്ലോ. രമാദേവിയുടെ ഇളയ മകനെ പറ്റിയൊന്ന് തിരക്കി നോക്ക്. കാക്കിയിട്ട തനി ഗുണ്ട, സ്ത്രീകളുടെ പേടി സ്വപ്നം. അഹങ്കാരം കാണിക്കുന്നവർ അയാൾ എന്താ ചെയ്യുമെന്നറിയോ? അതറിഞ്ഞ കുട്ടി വീണ്ടും ഞെട്ടും. അതെ, രമാമയ്ക്ക് വരെ അയാളെ പേടിയാ. അതാ ഈ വീട്ടിൽ നിർത്താത്തത്. താനീ പറയുന്നതൊക്കെ നേരാണോ? പുള്ളി അത്രയ്ക്ക് വലിയ കക്ഷിയാണോ? ഞാൻ എന്റെ കുട്ടിയോട് കള്ളൊക്കെ പറയുന്നത്. പക്ഷേ അയാളുടെ വിരട്ടലും കളിയൊക്കെ എന്റെ മുന്നിൽ മാത്രം നടക്കില്ല. ഏത് രമാദേവിയുടെ മകനാണെങ്കിലും ഈ മഹിക്ക് വെറും പുല്ല. ഒരു ദിവസം എന്തോ കാര്യത്തിന് ഞാനും പുള്ളിയും കൂടി ഒന്ന് കോർത്തു. രമാമ എന്റെ കാല് പിടിച്ച് പറഞ്ഞോണ്ടാ ഞാൻ വെറുതെ വിട്ടത്. അതിനുശേഷം എന്നെ കാണുമ്പോ ഒഴിഞ്ഞു മാറി നടക്കുന്നേ. ഈ മഹി ചില്ലറക്കാരനല്ലെന്ന് അന്ന് അവന് മനസ്സിലായി കാണും. തള്ളി തള്ളി താനിത് എങ്ങോട്ടാ? രമാദേവി കാല് പിടിച്ചു പോലും. ഇതൊക്കെ താൻ പോയി ആ റോബോട്ടിന്റെ അടുത്ത് പറ. മനുഷ്യരാരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുവോ? വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. അയാളെങ്ങാനും ഈ മുറിയിൽ തന്നെ കണ്ടാ തന്റെ കാര്യം പോക്ക. അതോട് താൻ പോയേ. നരേന്ദ്രൻ, രമാദേവിയുടെ ഇളയ മകൻ അഖിൽ സാർ. ഡീപ്പ് ബന്ധം. ഞാനൊരു കാര്യം പറഞ്ഞ താൻ വീണ്ടും ഞെട്ടും. അയാളെ ഇപ്പൊ കേറി വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വേഗം വിട്ടോ. ഭാഗ്യം, അവളെ കണ്ടില്ല. ഇനി ഈ ഫോട്ടോ ഇവിടെ ഇരുന്ന ശരിയാവില്ല.